നിമിഷമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചോ. കർത്താവേ, വചനത്തിൻ്റെ ശക്തി എൻ്റെ മേൽ വ്യാപരിക്കപ്പെടട്ടെ. വചനം കേൾക്കുന്ന സമയം തന്നെ എൻ്റെ ഉള്ളിൽ അത്ഭുതകരമായ ദൈവീക ഇടപെടൽ ഉണ്ടാവട്ടെ. അതിനുവേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ എല്ലാവരിലും നിറയപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം. തളർന്ന മനസ്സുള്ളവരുണ്ട്, വലിയ ആകുലതയിലും ആലോചനയിലും പ്രാർത്ഥിക്കുന്നവരുണ്ട്, പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല എന്ന് ഭാരപ്പെടുന്നവരുണ്ട്. സാരമില്ല, ഈ സമയം വിശ്വസിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ അത്ഭുതകരമായി ഈ നിമിഷം വെളിപ്പെടട്ടെ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച്, ദൈവമേ, അങ്ങയുടെ ആത്മാവ് ഈ നിമിഷം വെളിപ്പെടട്ടെ. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ദാഹത്തോടുകൂടെ എങ്ങനെയാണോ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് അതുപോലെ നമുക്കൊന്ന് സ്തുതിക്കാം. കരങ്ങൾ ഉയർത്തിക്കേ, കണ്ണടച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കേണ്ട. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി നാവ് തുറന്ന് ഹൃദയം തുറന്ന് നന്നായിട്ടൊന്ന് സ്തുതിക്കട്ടെ. ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് ഈ നിമിഷം ഇവിടെ വെളിപ്പെടട്ടെ, ഇവിടെ വെളിപ്പെടട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഈ നിമിഷം ഈ കൂട്ടായ്മയിൽ വെളിപ്പെടട്ടെ. അസ്വസ്ഥമായ എല്ലാ മേഖലകളെയും പരിശുദ്ധാത്മാവ് ശുദ്ധീകരിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഈ കൂട്ടായ്മയിൽ വെളിപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി പോരാ കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. നാവ് തുറന്ന് സ്തുതിക്കട്ടെ, ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ഈശോയേന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, ഈശോയേന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ആത്മാവേ, ഈ നിമിഷം വെളിപ്പെടട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൽ വെളിപ്പെട്ടതുപോലെ, സ്നേഹന്മാരിൽ വെളിപ്പെട്ടതുപോലെ ഞങ്ങളുടെ മേലും വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ഓ പരിശുദ്ധാത്മാവേ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ഓരോ വ്യക്തിക്കും ആവശ്യമായ ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദേശം കർത്താവ് ഈ അൾത്താരയിൽ നിന്ന് നമുക്ക് നൽകും. ഹല്ലേലൂയ. നമ്മുടെ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കാവോ? അതായത് ജീവിച്ചിരിക്കുന്നു, അപ്പനോ അമ്മയോ ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. കുറേ അധികം പേരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ട്. കരം താഴ്ത്താം. മരിച്ചുപോയി, മാതാപിതാക്കൾ മരിച്ചുപോയി, അങ്ങനെയുള്ളവരൊന്ന് കൈപൊക്കിക്കേ. അങ്ങനെയുള്ളവരും ഭൂരിഭാഗം പേരുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൻ മാത്രം ജീവിച്ചിരിക്കുന്നു, അങ്ങനെയുള്ളവർ കൈപൊക്കിക്കേ. അപ്പൻ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ, അമ്മ മരിച്ചുപോയി. അപ്പൻ മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ, അമ്മ മരിച്ചുപോയി. കൈതാത്താം. അമ്മ മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ, അപ്പൻ മരിച്ചുപോയി, അങ്ങനെയുള്ളവരും കൈപൊക്കാം. പ്രൈസ് ദ ലോർഡ്. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പനെയും അമ്മയും ഓർത്തോണ്ടൊന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാവോ? കൈയടിക്കാൻ തോന്നുന്നില്ലേ? നന്നായിട്ട് കൈയടിച്ചോ. അപ്പനെ അമ്മയെ ഓർത്ത് കൈയടിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരും ഈ പോട്ടാശ്രമത്തിലെ ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുമായിട്ടുള്ള ഒത്തിരി ദൈവജനം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവീക വചന ശുശ്രൂഷയിലാണ് നമ്മളായിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ നമ്മളെ ഒന്ന് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട തിരുവചനം, അത് പുറപ്പാട് പുസ്തകം, ബുക്ക് ഓഫ് എക്സഡസ് 20-ാം അധ്യായം 12-ാം തിരുവചനമാണ്. ഇത് വെറുതെ കേട്ടോണ്ട് പോകാനുള്ള വചനമല്ല, കണ്ടോണ്ടിരിക്കാനല്ല, മറിച്ച് ഈ വചനങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. അതുകൊണ്ടാണ് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് ഈ ശുശ്രൂഷയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ്: നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ഇതാണ് വചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റു പറഞ്ഞാലോ? വലതുകരൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഒച്ചത്തിലേറ്റു പറഞ്ഞോ: നിന്റെ
ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഉണ്ടല്ലോ. ഇതാ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിനക്ക് ഈ ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കണമെങ്കിൽ നീ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. അപ്പനെയും അമ്മയും എന്ത് ചെയ്യണം? പറയൂ. അപമാനിക്കണമെന്നോ? ബഹുമാനിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. ഇതിനെക്കുറിച്ച് നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായം 16-ാം തിരുവചനം, 5-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: നീ ദീർഘനാൾ ജീവിച്ചിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകാനും വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നത് പോലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. രണ്ട് കാര്യങ്ങളാണ്. പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞതിനെ അല്പം കൂടെ വ്യത്യസ്തമായിട്ട് ഇതാ നിയമാവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? നീ ദീർഘനാൾ ജീവിച്ചിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകാനും വേണ്ടി. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിനക്ക് ദീർഘായുസ്. രണ്ട്, നീ ജീവിക്കുന്ന നിന്റെ നാട്ടില്, നീ ജീവിക്കുന്ന നിന്റെ വീട്ടില്, നിന്റെ അന്തരീക്ഷത്തിൽ നിനക്ക് നന്മയുണ്ടാവും, സമാധാനം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകാൻ വേണ്ടി നിന്റെ അപ്പനെയും അമ്മേനെയും നീ ബഹുമാനിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? ഒന്ന് ദീർഘകാലം ജീവിച്ചിരിക്കണം. രണ്ടാമത്തത് നിന്റെ വീട്ടിൽ സമാധാനം ഉണ്ടാവണം. നിന്റെ വീട്ടിൽ സമാധാനം ഉണ്ടാകണം. അതിനെന്താ ചെയ്യണ്ടേ? പറഞ്ഞേ. അപ്പനെയും അമ്മേനെയും ബഹുമാനിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന ഒത്തിരി പേര് ഇവിടെ ഇരിപ്പുണ്ട്. താടിക്ക് കൈയും കൊടുത്ത്, അച്ഛാ അപ്പനും അമ്മയും മരിച്ചുപോയി, ഇനിയിപ്പോ ഞാൻ എന്നാ ചെയ്യണ്ടേ? പേടിക്കണ്ട. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ചില വഴികൾ പറഞ്ഞു തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില മക്കൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അച്ഛാ അമ്മ എൻ്റെ കൂടെ അല്ല, പിന്നെ ഞാൻ എന്നാ ചെയ്യും? വിഷമിക്കേണ്ട, വഴികൾ കർത്താവ് പറഞ്ഞു തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ഭൂമിയിൽ നിനക്ക് ദീർഘനാൾ ജീവിച്ചിരിക്കണോ? എന്ത് ചെയ്യണം? അപ്പനെയും അമ്മേനെയും ബഹുമാനിക്കണം. ഈ ഭൂമിയിൽ നീ ജീവിക്കുന്ന സ്ഥലത്ത് നിനക്ക് സമാധാനം വേണോ? നന്മ വേണോ? എന്ത് ചെയ്യണം? അപ്പനെയും അമ്മേനെയും ബഹുമാനിക്കണം. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ, കേട്ടോ, വിശുദ്ധ പൗലോസ്ലീഹ എഫേസർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1, 2, 3, സെന്റ് പോൾസ് ലെറ്റർ ടു എഫേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 1 to 3. വളരെ പ്രധാനപ്പെട്ട വചനങ്ങൾ പൗലോസ്ലീഹ പറയുന്നത് ഇങ്ങനെയാണ്: കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ്ലീഹ പറയുന്നത് ദേ ഈ വാഗ്ദാനത്തോടു കൂടിയ കൽപ്പനയ്ക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒത്തിരി വാഗ്ദാനങ്ങൾ അടങ്ങിയിട്ടുണ്ട്, അല്ലേ? വിശുദ്ധ ഗ്രന്ഥത്തിൽ 8500-ലധികം വാഗ്ദാനങ്ങൾ, മോർ ദാൻ 8500 പ്രോമിസസ്. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, ഏതൊരു വാഗ്ദാനത്തിൻ്റെ പിന്നിലും കർത്താവ് ഒരു കൽപ്പനയും കൂടെ പറയും, ഒരു കമാൻഡ്മെന്റും കൂടെ പറയും. നീ ശ്രദ്ധിക്കണം, ഇന്നത് ചെയ്താൽ ഇത് കിട്ടും. അതാണ് വാഗ്ദാനത്തോടു കൂടിയ കൽപ്പനയുടെ പ്രത്യേകത. വാഗ്ദാനമുണ്ട്, നിനക്കൊരു കാര്യം കിട്ടും, പക്ഷെ എന്ത് ചെയ്യണം? നീ ഇന്നത് ചെയ്യണം. അപ്പോൾ വാഗ്ദാനത്തോടുകൂടി ആദ്യത്തെ കൽപ്പന ഏതെന്ന് വിശുദ്ധ ഗ്രന്ഥത്തോട് ചോദിച്ചാൽ പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്. ഏതാണ്?
നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിച്ചാൽ, സ്നേഹിച്ചാൽ നിനക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടും. ഒന്നാമത്തത് നിനക്ക് ദീർഘായുസ് കിട്ടും. രണ്ടാമത്തെ കാര്യം, നീ ജീവിച്ചിരിക്കുന്ന നാട്ടിൽ നിനക്ക് സമാധാനം ഉണ്ടാവും. പലതകരം ഉയർത്തി ഒച്ചത്തിലൊരു ഹല്ലേലൂയ പറഞ്ഞേ. അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ. അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ. ഹല്ലേലൂയാ. അപ്പൊ വചനം എന്താ പറയുന്നത്? കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കണം. അത് ന്യായയുക്തമാണ്. അനുസരിക്കണ്ടേ? വേണ്ടേ? വേണം. അത് ന്യായമാണ്. എന്നാൽ ബൈബിള് പറയുന്നത് വെറുതെ അനുസരിച്ചാൽ മാത്രം പോരാ. എന്ത് ചെയ്യണം? നിങ്ങൾക്ക് മാതാപിതാക്കളോട് ബഹുമാനം ഉണ്ടായിരിക്കണം. അനുസരിച്ചാൽ മാത്രം പോരാ, ബഹുമാനം ഉണ്ടായിരിക്കണം. രണ്ടും വ്യത്യാസമുണ്ടോ? അനുസരിച്ചാൽ പോരെ, ബഹുമാനം വേണോ? വേണോ? അല്ല, അനുസരിച്ചാൽ പോരെ. അപ്പൊ ചിലർ ചിന്തിക്കുക, അച്ഛാ ഈ അതന്നെ വ്യത്യാസം, എന്നെ അനുസരിക്കുന്നു, ബഹുമാനം ഉള്ളത് കൊണ്ടല്ലേ അനുസരിക്കുന്നതാണോ? അല്ലെന്ന്. ഇപ്പൊ നിങ്ങൾ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, മേലുദ്യോഗസ്ഥൻ പറയുന്നൊരു കാര്യം അനുസരിക്കുന്നത് അദ്ദേഹത്തോട് ബഹുമാനം ഉള്ളത് കൊണ്ടാണോ? അല്ല. മറിച്ച് എന്തുകൊണ്ടാണ്? അയാൾ പറഞ്ഞത് അനുസരിച്ചേ പറ്റൂ, വേറെ മാർഗമൊന്നുമില്ല. അയാളോട് ബഹുമാനം ഉള്ളത് കൊണ്ടൊന്നുമല്ല, അദ്ദേഹം പറയുന്നത് അനുസരിക്കണം, എങ്കിലേ എനിക്ക് മാസം ശമ്പളം കിട്ടുകയുള്ളൂ, എങ്കിലേ എനിക്ക് ഈ കമ്പനി ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ ബോസിനെ ഞാൻ അനുസരിക്കും. ബഹുമാനം ഉണ്ടാവണം നിർബന്ധമില്ല. ചില കാര്യങ്ങൾ മേലുദ്യോഗസ്ഥൻ പറയുമ്പോൾ പിറുപിറുത്തുകൊണ്ടാണ് അനുസരിക്കുന്നത്, അല്ലേ? എന്ന് പറഞ്ഞാൽ അയാളോട് ബഹുമാനം ഉണ്ടാവണം നിർബന്ധമില്ല. എന്നാൽ മാതാപിതാക്കളെ അനുസരിക്കണം എന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൃത്യമായിട്ട് പറയുകയാണ്: വെറുതെ അനുസരിച്ചാൽ മാത്രം പോരാ, ബഹുമാനിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഒട്ടുമുക്കാലും വീടുകളിലൊക്കെ നമുക്കറിയാം, നമ്മുടെ ജീവിത ശൈലിയൊക്കെ മാറി. ഒട്ടുമുക്കാലും കുടുംബങ്ങളിൽ നിന്ന് മക്കളൊക്കെ വിദേശങ്ങളിലാണ്. ഞങ്ങൾ പോപ്പുലർ മിഷൻ ധ്യാനം നടത്തുമ്പോൾ വീട് സന്ദർശിക്കാൻ പോകും. പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ വീട് സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ ആ വീട്ടിൽ 2 പേര് അല്ലെങ്കിൽ ഒരാളുണ്ടാവും. ആരാ ഇവര്? പ്രായമായ അപ്പനും അമ്മയും. വലിയ വീടുണ്ടാവും, 2 നില വീടുണ്ടാവും. ആ വീടിൻ്റെ മുൻവശത്ത് ഒരു ചാരുകസേരയിൽ ഒരപ്പൻ ഇരിപ്പുണ്ടാവും. രാവിലെ പത്രവും വായിച്ച്, ആ പത്രം സകല പേജും വായിച്ച് തീർക്കും. വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ, അല്ലേ? അവിടെ ഇരുന്നുകൊണ്ട് പത്രം മുഴുവൻ വായിച്ച് തീർക്കും. വഴിയെ പോകുന്ന ആരോടെങ്കിലൊക്കെ സംസാരിക്കാൻ ആഗ്രഹിച്ച് വീട്ടുമുറ്റത്ത് ഇങ്ങനെ ഇരിക്കും. മക്കളെവിടെയാ? വിദേശത്താണ്. അപ്പൊ ഈ അപ്പന് വീട്ടിലുള്ള 2 നിലയിലെ എല്ലാ മുറിയിലൊന്നും കയറാനൊന്നും പറ്റിയല്ല. കാരണം ആരോഗ്യം അനുവദിക്കുന്നില്ല. ഇപ്പം ഇവിടെ ഇരിക്കുന്നവരെ തന്നെ ചിന്തിച്ചാൽ മതി, അല്ലേ? വീട് പണിതപ്പോൾ അച്ഛ 2 നില വീട് പണിതു, പക്ഷേ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകാനായിട്ട് അനുവദിക്കുന്നില്ല. കാലേ നീരായി, വാദമായി, പിത്തമായി. പണ്ടത്തെ ആരോഗ്യം ഇപ്പം ഇല്ലാത്തതുകൊണ്ട് മുകളിലത്തെ നിലയിലോട്ടൊന്നും കയറാൻ പറ്റുന്നില്ല. നമ്മുടെ പല വീടുകളുടെയും അവസ്ഥ ഇങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒട്ടുമുക്കാലും ഒക്കെ വരുന്ന വീടുകളിൽ പ്രായമായ ഒരു അപ്പനും അമ്മയും ഉണ്ടാവും. ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് ഈ കൂട്ടായ്മയിൽ സംസാരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി തന്നതിൻ്റെ ഒരു പ്രാധാന്യം, മക്കൾക്ക് അപ്പനോടും അമ്മയോടും അനുസരണം മാത്രം പോരാ, അതിൻ്റെ ഒരു പടി മുകളിൽ ബഹുമാനം വേണമെന്ന് വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ച് പഠിപ്പിക്കുന്നത് ഓർമ്മപ്പെടുത്താനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു കുടുംബത്തില് വലിയൊരു തകർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തായ ഒരു വൈദികൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെന്നു. ഈ അച്ഛൻ പങ്കുവച്ച ഒരു സംഭവമാണ്. ആ കുടുംബത്തിലെ കുടുംബനാഥൻ പറഞ്ഞു, ഞങ്ങളുടെ വീട് ഒന്നും മെച്ചപ്പെടുന്നില്ല, വീട്ടിൽ മുഴുവൻ അസ്വസ്ഥതയാണ്, ഭയങ്കര പ്രശ്നങ്ങളാണ്, ഇരുട്ടാണ്. അപ്പൊ ഈ അച്ഛൻ ചെന്ന് പ്രാർത്ഥിക്കാനും തുടങ്ങിയപ്പോൾ അച്ഛനും പറഞ്ഞു, ശരിയാണല്ലോ, ഇവിടെ വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടല്ലോ, അതെന്താണ്? അപ്പൊ അവരെല്ലാവരും പറഞ്ഞു, എന്താണാവോ? അപ്പൊ അച്ഛൻ പറഞ്ഞു, വാ നമുക്ക് ഒരുമിച്ച് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ച് ഇരുട്ട് മാറ്റാം.
അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് കുറേ സമയം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് അവർ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനാ രീതി അച്ഛൻ ഇങ്ങനെയാ പറഞ്ഞത്, ഞങ്ങൾ ഇങ്ങനെ മാറി മാറി കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു. ഇങ്ങനെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അച്ഛനൊരു ദർശനം പോലെ ഒരു കാഴ്ച കണ്ടു. ആ കുടുംബത്തിലെ കുടുംബനാഥൻ ഒരാളുടെ കഴുത്തെ പിടിച്ചിങ്ങനെ ഞെരിക്കുന്നത് പോലത്തെ ഒരു ദർശനം. ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഒരല്പസമയം അച്ഛന് ഈ ചേട്ടനോട് സംസാരിക്കാൻ കിട്ടിയപ്പോൾ ഈ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ, ചേട്ടനെ കുറിച്ച് ഞാൻ ഇങ്ങനൊരു കാഴ്ച കണ്ടു, ഇതിൽ വല്ല സത്യമുണ്ടോ? ചേട്ടൻ ഒരാളുടെ കഴുത്തെ പിടിച്ചിങ്ങനെ ഞെരിക്കുന്നത് പോലെ. ഇതിങ്ങനെ പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, ശരിയാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്നിട്ട് ഇയാൾ കരയാൻ തുടങ്ങി. സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം അപ്പനെ, അപ്പം മരിച്ചുപോയി, അപ്പനെ ഇയാൾ കഴുത്തെ പിടിച്ച് ഞെരിക്കാൻ പോയൊരു സംഭവമുണ്ട്. ചോദിച്ചു വന്നപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുടുംബത്തിന് വേണ്ടി ഏറെ കഷ്ടപ്പെട്ട ഒരാളാണ് ഇപ്പോഴത്തെ ഈ മനുഷ്യൻ. ബാക്കിയുള്ള സഹോദരങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നതിൽ ഇദ്ദേഹം വല്ലാണ്ട് കഷ്ടപ്പെട്ടു. ഇദ്ദേഹത്തിന് അധികം വിദ്യാഭ്യാസമൊന്നും ഉണ്ടായില്ല. കുടുംബത്തിലെ കൃഷിയിടവും വീടൊക്കെ നോക്കി നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ വീട് വീതം വെപ്പ് വന്നപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു, ഇതിൽ നല്ലൊരു ഭാഗം എനിക്ക് കിട്ടും. പക്ഷേ മറ്റു മക്കൾക്ക് ഇദ്ദേഹം അപ്പൻ സ്വത്ത് വീതം വെച്ചപ്പോൾ നല്ല ഭാഗം കൊടുത്തു. ഇദ്ദേഹത്തിന് ആഗ്രഹിച്ചത് കിട്ടിയില്ല. അന്ന് ഇയാൾ അസ്വസ്ഥനായി. അന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് അസ്വസ്ഥനായി. അന്ന് അപ്പനെ മുറിക്കകത്ത് ചെന്ന് കഴുത്ത് ഞെരിച്ച് കൊല്ലാനൊരു ശ്രമം നടന്നിട്ടുണ്ട്. ഈ സംഭവം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ അച്ഛൻ പറഞ്ഞു, ചേട്ടാ, ഈ സംഭവത്തെ ഓർത്ത് പശ്ചാത്തപിക്കാനും പ്രാർത്ഥിക്കാനും ഈ വിഷയത്തിൽ ദൈവത്തിന് മുമ്പിൽ കരുണയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഈ കുടുംബത്തിൽ ആ തിന്മ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഞാനിത് ഈ സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ ഓർമ്മപ്പെടുത്താൻ കാരണം, മാതാപിതാക്കൾക്കെതിരെ പറയുന്ന വാക്കും സംസാരവും ജീവിത രീതിയും പ്രവൃത്തിയും അത് വെറുതെ ആകാശത്ത് മാത്രമല്ല, മണ്ണിൽ അതിൻ്റെ ഫലങ്ങൾ ഉളവാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം തിരുവചനം. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം തിരുവചനം. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കണം, മരിക്കുന്നത് വരെ അവന് ദുഃഖമുണ്ടാക്കരുത്. കൃത്യമായിട്ടാണ് പറയുന്നത്. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കണം, മരിക്കുന്നത് വരെ അവന് ദുഃഖമുണ്ടാക്കരുത്. ഈ മകനെ എന്ന് പറയുമ്പോൾ മകളെ എന്നും കൂടെ അർത്ഥമുണ്ട്. പിതാവിനെ എന്ന് പറയുമ്പോൾ അമ്മയെ എന്നും കൂടെ അർത്ഥമുണ്ട്. വാർദ്ധക്യത്തിൽ വരെ അവരെ എന്ത് ചെയ്യണം? സഹായിക്കണം. മരിക്കുന്നത് വരെ ആ വ്യക്തിക്ക് ദുഃഖം ഉണ്ടാക്കരുതെന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ പ്രവർത്തികളിൽ, നിങ്ങളുടെ സംസാരം വഴി അവർ ദുഃഖിച്ചിട്ടുണ്ടോ? നിങ്ങൾ മൂലം അവർ കരയേണ്ടി വന്നിട്ടുണ്ടോ? വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 13-ാം തിരുവചനം, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 3 വേഴ്സ് 13 വചനം പഠിപ്പിക്കുന്നു, അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കണം. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. സ്വന്തം അപ്പനെയും അമ്മയെയും കുറിച്ച വചനം പഠിപ്പിക്കുന്നത്. അവർക്ക് ചിലപ്പോൾ അറിവ് കുറവായിരിക്കും. നിങ്ങളൊക്കെ പഠിച്ച് നിങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടി, നിങ്ങൾക്ക് ഒത്തിരി അറിവ് കിട്ടി. അപ്പനോടും അമ്മയോടും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഒരറിവും ഇല്ലാത്തവര്, ഒരു ലോകപരിചയം ഇല്ലാത്തവര്, ഈ വീട്ടിലെ കാര്യങ്ങൾ മാത്രം അറിയാവുന്നവർ, ഇവരോടൊക്കെ സംസാരിച്ചിട്ട് എന്ത് കാര്യം? ചിലപ്പോൾ മക്കൾക്ക് അങ്ങനെ തോന്നും. മക്കൾക്ക് വലിയ അറിവുണ്ടെന്ന് തോന്നും. വചനം പഠിപ്പിക്കുന്നു, അവർക്ക് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കണമെന്ന്. ചില കാര്യങ്ങൾ അവർ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും മണ്ടത്തരാണ്, പൊട്ടത്തരാണ്, പ്രായമായില്ലേ. ചില സമയത്ത് അവർക്ക് മറവി ഉണ്ടാകും. ഒരു കാര്യം തന്നെ പലതവണ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു പൊട്ടത്തരം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. വചനം പഠിപ്പിക്കുന്ന അവരോട് സഹിഷ്ണുത കാണിക്കണം. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പ്രായമാകുമ്പോൾ അപ്പനും അമ്മയ്ക്കും എന്തു പറ്റും? ശാരീരികമായ ക്ഷീണങ്ങൾ വരും, മനസ്സിൽ ഭാരങ്ങൾ വരും. അവർക്ക് നടക്കാൻ പറ്റണമെന്നില്ല. അവർ കിടപ്പ് രോഗികളാവാം, അവർ മാനസിക ബലം കുറയും. പക്ഷെ വചനം പഠിപ്പിക്കുന്ന എന്താണ്? നീ ബലവാനായിരിക്കാം, പക്ഷേ അവരെ നിന്ദിക്കരുത്. നമ്മൾ ഈ വചനമൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ തലയ്ക്ക് മുകളിലൂടെ പറത്തിവിടാനല്ല, നീ നിന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം. എൻ്റെ അപ്പനെ അമ്മയെ ഞാൻ നിന്ദിക്കുന്നുണ്ടോ?
ഒരു കുടുംബത്തിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച, മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടെ ഇരുന്ന് പ്രായമായ അപ്പൻ അവിടെ ഇരുത്തിക്കൊണ്ട് കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. തമാശ പറയുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് എല്ലാവരും കൂടെ ഈ പ്രായമായ മനുഷ്യനെ ഇരുത്തി കളിയാക്കി അവസാനം ഞാൻ കാണുന്ന കാഴ്ച, ഈ അപ്പൻ അവിടെ ഇരുന്നുകൊണ്ട് കരയുന്നു. മക്കളും കൊച്ചുമക്കളും വട്ടത്തിൽ ഇരുന്നുകൊണ്ട് അപ്പനെ കളിയാക്കി അപ്പനെ കഴിവില്ലെന്നും ഗുണമില്ലെന്നൊക്കെ പറഞ്ഞ് ഈ മനുഷ്യനെ അവസാനം ഇരുത്തി കരയിപ്പിക്കുന്നു. വചനം പഠിപ്പിക്കുന്ന കാര്യം, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളെ സൂക്ഷിക്കണം. ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ ചില മക്കൾക്ക് ഇവിടെ ഇരിക്കുന്നവരോ ഓൺലൈനിൽ പങ്കെടുക്കുന്നവരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, അച്ഛാ എൻ്റെ അപ്പൻ പറയുന്ന ആശയം ശരിയല്ല, എൻ്റെ അപ്പൻ നിലപാട് ശരിയല്ല, അപ്പൻ്റെ ഇഷ്ടങ്ങൾ അത് ശരിയല്ല. ആയിക്കോട്ടെ, നിന്റെ നിലപാട് എങ്ങനെയാ, നിന്റെ പ്രവർത്തികൾ എങ്ങനെയാ, നിന്റെ സംസാരം എങ്ങനെയാണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടുന്ന് വലിയ ദൂരമല്ലാത്തൊരു വീട്ടിൽ നടന്നൊരു ദുഃഖകരമായ കാര്യം പറയാം. അപ്പൻ അല്പസ്വല്പം മദ്യപിക്കുന്നൊരപ്പൻ. ആ പ്രദേശത്ത് ഈ മനുഷ്യൻ പല വീടുകളിലും പോയിട്ട് പൈസ വാങ്ങിയിട്ടാണ് മദ്യപിക്കുന്നത്. ഒരു സമയത്ത് ഇദ്ദേഹം വലിയ ഒരാളായിരുന്നു ആ പ്രദേശത്തെ. ഇപ്പൊ പ്രായമായി. മദ്യപിക്കണമെങ്കിൽ ഇയാൾക്ക് പണമില്ലാത്തത് കൊണ്ട് ചുറ്റുവട്ടത്തുള്ള കടകളിലും വീടുകളിലൊക്കെ പോയി പൈസ വാങ്ങിയിട്ടാണ് മദ്യപിക്കുന്നത്. 2 മക്കളുണ്ട്, ഒരാണും പെണ്ണും. അവർ സമൂഹത്തിലെ ഉന്നത നിലവാരത്തിലുള്ളവരാണ്. ഇവർ ഈ അപ്പനെ മൈൻഡ് പോലും ചെയ്യില്ല. അപ്പൻ്റെ ഒരു കാര്യത്തിൽ ഇടപെടത്തില്ല, അപ്പനോട് മിണ്ടാറില്ല. എന്നാൽ അപ്പൻ അതേസമയം തന്നെ ഒരു പ്രതിഷേധം പോലെ മദ്യപാനം കൂട്ടിക്കൊണ്ടിരുന്നു. വീടുകളിൽ പോയിട്ടും കടകളിൽ പോയിട്ടും പണം വാങ്ങി കുടിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം മദ്യപിച്ച് ഈ അപ്പൻ വീട്ടിലോട്ട് വന്നപ്പോൾ മകൻ അപ്പനെ കെട്ടിയിട്ടു, ഒരു ബെഞ്ചിൽ ഇങ്ങനെ കെട്ടിയിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇയാൾ ഇനി വീട് വിട്ട് പോകണ്ട, ഈ കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കണ്ട, ഇയാൾ ഒരു ശല്യമാണ്, ഇയാളെ കൊണ്ട് തോറ്റു. മകൻ, വിദ്യാഭ്യാസമുള്ള മകൻ, അപ്പനെ ഒരു ബെഞ്ചിൽ ഇങ്ങനെ കെട്ടിയിട്ടു. കലി തീരാതെ ഈ മകൻ എന്ത് ചെയ്തെന്നറിയോ? ഈ മകൻ വീട്ടില് ഈ ശരീര പുഷ്ടിക്ക് വേണ്ടി ജിമ്മൊക്കെ എടുക്കാൻ വേണ്ടി കുറെ ഇരുമ്പിന്റെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൻ ആ ഈ ഒരു ബെഞ്ചിൽ ഇങ്ങനെ കിടന്നുകൊണ്ട് കരയുമ്പോ ഈ മകന് ദേഷ്യം കൂടി. അപ്പനെ കുറിച്ച് ഓർത്തിട്ട് ദേഷ്യം കൂടി. അപ്പൻ ആ കടയിൽ പോയി, ആ വീട്ടിൽ പോയിട്ട് പണം വാങ്ങിയിട്ട് ഞങ്ങളെ നാണം കെടുത്തുന്നു, മദ്യപിച്ച് ഈ കുടുംബത്തിന് നാശമുണ്ടാക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ മകൻ ആ ഇരുമ്പിന്റെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അപ്പന്റെ 2 മുട്ടുകാലും ഇടിച്ച് തകർത്തിട്ട് പറഞ്ഞു, ഇനി ഈ വീട് വിട്ട് ഇയാൾ എങ്ങനെ പോകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപ്പന്റെ മുട്ടുകാല് 2ഉം ഇടിച്ച് തകർത്ത മകൻ. ഞാനിത് പറയുമ്പോൾ സിനിമാ കഥയല്ല. സ്വന്തം അപ്പന്റെ മുട്ടുകാല് 2ഉം തല്ലി ഒടിച്ച മകന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെയൊക്കെ കുടുംബത്തില് മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ക്ഷീണം ഉണ്ടാവും. നിങ്ങളുടെ അത്ര അറിവുണ്ടാകണമെന്നില്ല, ഓർമ്മശക്തി ഉണ്ടാവണമെന്നില്ല, പലതരത്തിലുള്ള കുറവുകൾ ഉണ്ടാവും. പക്ഷെ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന എന്നറിയോ? അപ്പനെയും അമ്മയും നിന്ദിക്കരുത്. അതുകൊണ്ട് ആ വചനം പഠിപ്പിച്ചത്, അവർക്ക് അറിവ് കുറവാണെങ്കിലും അവരോട് സഹിഷ്ണുത കാണിക്കണം. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. Praise the Lord. Hallelujah. 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 പരിശുദ്ധ അൾത്താരയിലുള്ള ഈശോയെ വണങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ പരിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുവാൻ എനിക്ക് ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈ പോട്ടാശ്രമത്തിൽ ഇന്നേ ദിവസം പ്രാർത്ഥിക്കാൻ കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തോട് ചേർത്ത് എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, എന്നെ അനുഗ്രഹിക്കണമേ. ഇന്നേ ദിവസം ഞാൻ കേട്ട വചനങ്ങൾ എൻ്റെ ഹൃദയത്തിലുണ്ട്. ആ വചനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ ശക്തിയും ബലവും നൽകണമേ. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ പരിശുദ്ധ അൾത്താരയോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ
ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ജീവിതത്തെ ഇന്നോളം വഴി നടത്തിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മുന്നോട്ടുള്ള വഴികളെ ശക്തിപ്പെടുത്തുന്ന സംരക്ഷിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ൂഹായേ നീ കാറ്റായി വാ